കാനനപാതയിലൂടെ സന്നിധാനത്തെത്തുന്നവർക്ക് സ്പെഷ്യൽ പാസ് അനുവദിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ വാക്ക് പാഴ്വാക്കാകുന്നു. എരുമേലി അഴുതക്കടവ് കാനനപാതയിലൂടെ സന്നിധാനത്തെത്തുന്നവർക്ക് സ്പെഷ്യൽ പാസ് ഉടൻ അനുവദിക്കില്ല. പാസ് നൽകുന്നതിൽ അന്തിമ തീരുമാനം വൈകും. അതേസമയം പുല്ലുമേട് കാനനപാതയിൽ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിഥുൻ മുരളി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, കാനനപാതയിലൂടെ ഏകദേശം 40 കിലോമീറ്ററിലധികം നടന്നു വരുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് സ്പെഷ്യൽ പാസ് അനുവദിക്കും എന്നാണ് നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോൾ ആ വാക്ക് പാഴ്വാക്കാകുന്ന കാഴ്ചയാണോ കാണാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് ആ തീരുമാനം വൈകുന്നത്? രോഹിണി, എരുമേലി അഴുതക്കടവ് കാനനപാത വഴി എത്തുന്ന തീർത്ഥാടകർക്ക് സ്പെഷ്യൽ പാസ് നൽകണമെന്ന ആവശ്യം ഈ തീർത്ഥാടന കാലം ആരംഭിച്ചപ്പോൾ മുതൽ ഉയർന്നതാണ്. ഭക്തർ പരാതിയായി ദേവസ്വം ബോർഡിനെ ഇക്കാര്യം അറിയിച്ചതാണ്. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞത് എരുമേലി അഴുതക്കടവ് കാനനപാതയിലൂടെ എത്തുന്ന തീർത്ഥാടകർക്ക് ഉടൻ ഈ സ്പെഷ്യൽ പാസ് അനുവദിക്കും എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് അറിയിക്കുന്നത് സ്പെഷ്യൽ പാസ് ഉടൻ നൽകാൻ ആകില്ല, ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല എന്നുള്ളതാണ്. തീർത്ഥാടനം ആരംഭിച്ച 34 ദിവസം പിന്നിട്ടിട്ടും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല എന്നുള്ളത് ദേവസ്വം ബോർഡിന്റെ വലിയ ഒരു വീഴ്ചയാണ്. ഭക്തരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ആവശ്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ, നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതിന്റെ ഉദാഹരണമായി മാറുകയാണ് ഈ സ്പെഷ്യൽ പാസ് അനുവദിക്കുന്നതിൽ ഉണ്ടായിരിക്കുന്ന വീഴ്ച. സ്പെഷ്യൽ പാസ് നൽകുന്നതിൽ അന്തിമ തീരുമാനം ഇപ്പോൾ എടുത്തിട്ടില്ല. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ അറിയിക്കുന്നത്. സ്പെഷ്യൽ പാസ് വേണമെന്ന ഭക്തരുടെ ആവശ്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടികൾ വേഗത്തിലാക്കാൻ ശ്രമിക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. പക്ഷേ ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡ് കൂടിയാലോചനകൾ നടത്തുകയോ ചർച്ചകൾ നടത്തുകയോ ഹൈക്കോടതിയുടെ നിർദ്ദേശം കേൾക്കുന്നതിന് വേണ്ടി ഇത് കോടതിയുടെ പരിഗണനയിൽ എത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിനുള്ള ശ്രമങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ തീർത്ഥാടന കാലം ആരംഭിച്ച 34 ദിവസം പിന്നിട്ടും ഈ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ നടപടിയെടുക്കാൻ ദേവസ്വം ബോർഡിന് സാധിക്കുന്നില്ല എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം. വലിയ വീഴ്ചയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. തുടക്കം മുതൽ ഭക്തർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഒപ്പം തന്നെ ഈ കാര്യത്തിലൊക്കെ നടപടി മുന്നൊരുക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാകേണ്ടതാണ്. എരുമേലി അഴുതക്കടവ് പാതയിലൂടെ 46 കിലോമീറ്റർ സഞ്ചരിച്ചാണ് സന്നിധാനത്തേക്ക് ഭക്തർ എത്തുന്നത്. ഇങ്ങനെ മണിക്കൂറുകൾ സഞ്ചരിച്ച് 2 ദിവസത്തിലധികം കാൽനടയായി സഞ്ചരിച്ച് എത്തുന്ന ഭക്തർക്ക് സന്നിധാനത്തെ ക്യൂവിലേക്ക് വീണ്ടും പ്രവേശിക്കേണ്ടി വരുന്നു. മരക്കൂട്ടം മുതലുള്ള ഭാഗങ്ങളിൽ ക്യൂ നിന്ന് വേണം ഭക്തർക്ക് ദർശനം നടത്താൻ. ഈ ഒരു കാര്യം, ഭക്തർ നേരിടുന്ന ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് എരുമേലി അഴുതക്കടവ് കാനനപാതയിലൂടെ 46 കിലോമീറ്ററിന് മുകളിൽ സഞ്ചരിച്ചെത്തുന്ന ഭക്തർക്കും സ്പെഷ്യൽ പാസ് വേണമെന്നുള്ള ആവശ്യം തീർത്ഥാടന കാലം ആരംഭിക്കുന്നതിന് മുന്നേ ശക്തമായി ഉയർന്നു വന്നത്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പോലും, ഒരു നടപടിയിലേക്ക് എത്താൻ പോലും ഈ തീർത്ഥാടനം ആരംഭിച്ച് 1 മാസം പിന്നിട്ടിട്ടും ദേവസ്വം ബോർഡിന് സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു വീഴ്ചയായി നിലനിൽക്കുന്നു. സത്രം പുൽമേട് പാതയിലൂടെ എത്തുന്ന ഭക്തർക്ക് ഇപ്പോൾ നിലവിൽ സ്പെഷ്യൽ പാസ് അനുവദിക്കുന്നുണ്ട്. ഇതിന് സമാനമായിട്ടുള്ള സ്പെഷ്യൽ പാസ് എരുമേലി അഴുതക്കടവ് പാതയിലൂടെ എത്തുന്നവർക്കും വേണം എന്നുള്ളതായിരുന്നു ആവശ്യം ഉയർന്നു വന്നത്. ഈ കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് 2 ദിവസം മുൻപ് 17-ാം തീയതി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിക്കുകയും ചെയ്തത്. നിലവിൽ സത്രം പുൽമേട് പാതയിലൂടെ എത്തുന്ന ഭക്തർക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1000 ഭക്തർക്കാണ് സ്പോട്ട് ബുക്കിംഗ് ഇനിയുള്ള ദിവസങ്ങളിൽ അനുവദിക്കുക. രോഹിണി. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.